നിനക്ക് ഈ സിനിമ കണ്ട് മടുത്തില്ലേ? എത്രാമത്തെ പ്രാവശ്യമാ ഇത് കാണുന്നേ? കണ്ട സിനിമകൾ വീണ്ടും വീണ്ടും കാണുന്നവർ ജീവിതത്തിൽ പല പ്രാവശ്യം അവരുടെ വീട്ടുകാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ഈ ഒരു ചോദ്യം കേട്ടിട്ടുണ്ടാവും. നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും ആയിരക്കണക്കിന് പുതിയ സിനിമകളും സീരീസുകളും ഓരോ ദിവസവും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പണ്ട് കണ്ടുമടുത്ത സിനിമകൾ വീണ്ടും ഇരുന്ന് കാണും. മനഃശാസ്ത്രം പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് ധാരാളം പ്രത്യേകതകളുണ്ടെന്നാണ്. പ്രത്യേകതകളനുസരിച്ച് ഇവരെ 4 തരം ആളുകളായി തിരിച്ചിട്ടുമുണ്ട്. നിങ്ങളിതിൽ ഏത് തരം ആളാണെന്നറിയണ്ടേ? വീഡിയോ മുഴുവനും കാണുക. അവസാനം നിങ്ങൾ ഇതിൽ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് തുടങ്ങാം. 1. ദ കംഫർട്ട് സീക്കർ. നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലാവില്ല. ഓഫീസിലെ പ്രശ്നങ്ങൾ, പഠനഭാരം അല്ലെങ്കിൽ നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ തലച്ചോറിന് ആവശ്യം പ്രവചിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ്. പുതിയൊരു സിനിമ കാണുമ്പോൾ കഥ എങ്ങോട്ട് പോകുന്നുവെന്ന് നമുക്കറിയില്ല. വില്ലൻ ജയിക്കുമോ, നായകൻ മരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ നമ്മുടെ സ്ട്രെസ് കൂട്ടിയേക്കാം. എന്നാൽ പഴയൊരു സിനിമ കാണുമ്പോൾ നമുക്ക് കഥ കൃത്യമായി അറിയാം. എവിടെയാണ് തമാശ വരുന്നതെന്നും എപ്പോഴാണ് പാട്ട് വരുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം. ഈ ഒരു ഉറപ്പാണ് നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നത്. അതുകൊണ്ടുതന്നെ വലിയ ടെൻഷനുള്ള ദിവസങ്ങളിൽ ഒരു പഴയ സിനിമ കാണുന്നത് ഒരു മെന്റൽ തെറാപ്പി പോലെയാണ്. 2. ദി നൊസ്റ്റാൾജിക്. ഇവർ കുറച്ച് ഇമോഷണലായ കൂട്ടരാണ്. ഇവർക്ക് ആ സിനിമ വെറുമൊരു കഥയല്ല, അതൊരു ഓർമ്മയാണ്. ഒരുപക്ഷെ ആ സിനിമ നിങ്ങൾ ആദ്യമായി കണ്ടത് പ്രിയപ്പെട്ട ആരുടെയെങ്കിലും കൂടെയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലാവാം. ആ സിനിമ വീണ്ടും കാണുമ്പോൾ നിങ്ങൾ ആ പഴയ കാലത്തേക്കൊന്ന് പോയി വരികയാണ് ചെയ്യുന്നത്. ജീവിതം ഒരുപാട് മാറിപ്പോയിട്ടുണ്ടാകാം, പക്ഷേ ആ സിനിമ മാറുന്നില്ല. ആ പഴയ ഡയലോഗുകളും പാട്ടുകളും ഇന്നും അവിടെ തന്നെയുണ്ട്. 10 വർഷം മുൻപ് അനുഭവിച്ച അതേ സന്തോഷം വീണ്ടും അനുഭവിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് വെറും ഒരു സിനിമ കാണലല്ല, ഇതൊരു ഇമോഷണൽ ടൈം ട്രാവലാണ്. 3. ദ റെസ്റ്റർ. നമ്മുടെ തലച്ചോറിനെ ഒരു ഫോൺ ബാറ്ററി പോലെ കാണുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ തീരുമാനങ്ങളെടുത്ത് ആ ബാറ്ററി തീർന്നുപോയിട്ടുണ്ടാകും. ഇതിനെ ഡിസിഷൻ ഫറ്റീഗ് എന്ന് വിളിക്കുന്നു. രാത്രിയാകുമ്പോൾ പുതിയൊരു കഥ മനസ്സിലാക്കാനോ പുതിയ കഥാപാത്രങ്ങളെ പഠിക്കാനോ ഉള്ള ഊർജ്ജം നമ്മുടെ തലച്ചോറിനുണ്ടാവില്ല. ഈ സമയത്ത് കണ്ട സിനിമ തന്നെ കാണുമ്പോൾ തലച്ചോറിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ പ്രവർത്തിക്കും. ഇതിലൂടെ തലച്ചോറിന് വിശ്രമിക്കാനും റീചാർജ് ചെയ്യാനും സാധിക്കുന്നു. ഒരു സിനിമ കാണുക എന്നതിലുപരി അതൊരു റിലാക്സേഷൻ മെത്തേഡാണ് ഇവർക്ക്. 4. ദ ഡീറ്റെയിൽ ഹണ്ടർ. ഇവർ ആ സിനിമ വീണ്ടും കാണുന്നത് കഥ അറിയാനല്ല, മറിച്ച് ആദ്യത്തെ തവണ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ കണ്ടെത്താനാണ്. പശ്ചാത്തലത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ, ക്യാമറയുടെ ആംഗിളുകൾ, സംഗീതത്തിന്റെ മാറ്റങ്ങൾ, അങ്ങനെ ഓരോ തവണ കാണുമ്പോഴും ഇവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഒരേ സിനിമ തന്നെ 5ാം തവണ കാണുമ്പോൾ ഒരു പുതിയ കാര്യം കണ്ടെത്തുന്നതിലൂടെ ഇവർക്ക് വലിയൊരു സംതൃപ്തി ലഭിക്കുന്നു. ഇവർക്ക് സിനിമയെന്നത് ഒരു പസിൽ പോലെയാണ്. ഓരോ തവണയും ഓരോ പുതിയ കഷ്ണം ഇവർക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരേ സിനിമ വീണ്ടും വീണ്ടും കാണുന്നത് വെറുമൊരു മടിയല്ല, അത് നമ്മുടെ മനസ്സ് അതിന്റെ സമാധാനത്തിനായി തെരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് നല്ലതാണ്, അത് നമ്മളെ വളർത്തും. എന്നാൽ പഴയ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് നമ്മളെ മാനസികമായി നിലനിർത്താൻ സഹായിക്കും. നിങ്ങൾ ഇതിൽ ഏതു തരം ആളാണെന്നും നിങ്ങൾ കാണുന്ന സിനിമ ഏതാണെന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സൈക്കോളജി അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.